എല്ലാവർക്കും മലയാളി സ്റ്റാറ്റിസ്റ്റിഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്. മാത്രമല്ല ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലോട്ട് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെം ആൻഡ് ലീഫ് പ്ലോട്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ഡാറ്റ സെറ്റിനെ നമുക്ക് എങ്ങനെ ഫ്രീക്വൻസി ആക്കി മാറ്റി എഴുതാൻ സാധിക്കും, അത് ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും, അതേപോലെ തന്നെ ഇൻ്റർവെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും, ഇനി ഇതിനെ നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്റ്റെം ആൻഡ് ലീഫ് എന്ന് പറയുന്ന ഒരു പ്ലോട്ടിംഗ് ടെക്നിക്കും കൂടിയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ ഞാനൊരു വേരിയബിൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ. എക്സിലെ വാല്യൂസ് എക്സ് ഇസ് ഈക്വൽ ടു സി 1,1,1 ഓക്കെ, 2,2,3 ഓക്കെ, ഇത്രയും വാല്യൂസ് ഉള്ള ഒരു വേരിയബിളാണ് എക്സ് എന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിനെ ഞാൻ എക്സിലോട്ട് സ്റ്റോർ ചെയ്തു. അപ്പോൾ അതിന് നമ്മൾ കമാൻഡ് എൻ്റർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺട്രോൾ എൻ്റർ യൂസ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റൺ ചെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഗ്ലോബൽ വേരിയബിൾസിൽ എക്സിൻ്റെ വാല്യൂസ് സ്റ്റോർ ആയിട്ടുണ്ട്. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മളിപ്പോൾ ഈ എൻ്റർ ചെയ്തിട്ടുള്ള ഡാറ്റയെ വിളിക്കുന്ന പേരാണ് റോ ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കണമെങ്കിൽ വൈനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നതെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു ടേബിൾ എന്ന് പറഞ്ഞൊരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുക. ടേബിൾ ഓഫ് എക്സ് എന്ന് നമ്മൾ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ? ദാറ്റ് ഈസ് വൈ എന്ന് നമ്മൾ റൺ ചെയ്യുമ്പോൾ കിട്ടും. വൈയിലുള്ള വാല്യൂസ് 1, 2, 3 എന്ന് പറയുന്നതാണ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് ആണ് 4, 2, 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ എഴുതുന്നതിന് വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്ക് ഇപ്പോൾ ഓരോ പോയിന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി പറയുന്നതിന് സ്ഥാനത്ത് ഇന്റർവെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമൻറ്റാണ് കട്ട് എന്ന് പറയുന്ന ഒരു കമൻറ്റ്. ഓക്കെ, അപ്പോൾ കട്ട് എന്ന് പറഞ്ഞ കമൻറ്റിനുള്ളിൽ എക്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് 2 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് 2 ഇൻ്റർവെൽസുകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ടോട്ടൽ എക്സ് എന്ന് പറയുന്നത് 1 മുതൽ 3 വരെയാണുള്ളത്. അപ്പോൾ 1 മുതൽ 3 വരെയുള്ള വാല്യൂസിനെ നമ്മൾ 2 ഇൻ്റർവെല്ലിലോട്ട് മാറ്റുമ്പോൾ അപ്പോൾ ഈക്വൽ വിഡ്ത്തുള്ള 2 ഇൻ്റർവെൽസ് ആക്കി മാറ്റുന്നു. ആ ഇൻ്റർവെൽസിൻ്റെ ഉള്ളിൽ ഓരോ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടും ഓരോ ഇൻ്റർവെല്ലുകളായിട്ട് നമ്മൾ ഇതിനെ മാറ്റാൻ പോവാണ്. ഓക്കെ, നമുക്ക് കണ്ടു നോക്കി നോക്കാം. അതിന് ഞാൻ ആദ്യം ഇസഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു കട്ട് എക്സ് എന്നാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ 2 ആയതുകൊണ്ട് 2 ഇൻ്റർവെൽസ് വന്നു. അതായത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഏറ്റവും ചെറിയൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് 0.9998. അപ്പോൾ അത് 1 എന്ന് നമുക്ക് വിളിക്കാം. 1 മുതൽ 2 വരെ ഒരു ഇൻ്റർവെല്ലും 2 മുതൽ 3 വരെ അടുത്തൊരു ഇൻ്റർവെല്ലും, അങ്ങനെ 2 ഇൻ്റർവെൽസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി ഓരോ പോയിന്റ്സും എക്സിൽ ചിന്തിച്ച് നോക്കി നോക്കാം. എക്സിൽ ഓരോ പോയിന്റ്സും ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയാം, അത് കാണാൻ നമുക്ക് എപ്പോഴും പറയുന്ന ഒരു കേസാണ് ഡാറ്റ ഡോട്ട് ഫ്രെയിം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡാറ്റ ഡോട്ട് ഫ്രെയിം ഞാൻ ചൂസ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഫസ്റ്റ് വാല്യൂ ആയിട്ട് ഞാൻ എക്സ് എന്ന് കൊടുത്തു, രണ്ടാമത്തെ വാല്യൂ ആയിട്ട് ഇസഡ് എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. എക്സിലെ വാല്യൂസ് 1, 1, 1, 1, 2, 2, 2, 3 ആണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 കണ്ടെയ്ൻ ചെയ്യുന്നത് ഈ പറയുന്ന ഇസഡ് എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണ്. ഇസഡിലെ ഈ ഇൻ്റർവെൽ ഏത് ഇൻ്റർവെല് 0.998 മുതൽ 2 വരെയുള്ള ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലത്തെ ഒരു എലമെൻ്റാണ് 1. ശരിയാണ്. ഓക്കെ, 2 എന്ന് പറയുമ്പോഴും അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, കാരണം ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അതേപോലെ 3 എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിൽ വരുന്നില്ല, അപ്പോൾ അടുത്ത ഇൻ്റർവെല്ലിലോട്ട് അത് മാറി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് 2 ഇൻ്റർവെൽസ് ആണ്. 2 ഇൻ്റർവെൽസിൻ്റെ പ്രത്യേകത, ഒന്ന് ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത്. ഇനി നമുക്ക് വേണമെങ്കിൽ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽസ് വേണമെങ്കിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് ഞാൻ Z1 എന്ന് കൊടുത്തു. അപ്പോൾ Z1 ഇസ് ഈക്വൽ ടു കട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ്, 2 2 ഇൻ്റർവെൽസ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ RIGHT റൈറ്റ് ഇസ് ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്തു, ഫാൾസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു പുതിയ ഇൻ്റർവെൽ വരുന്നു. ആ ഇൻ്റർവെല്ലിൻ്റെ പ്രത്യേകത Z1 എന്ന് അടിക്കുമ്പോൾ അവിടെ കിടക്കുന്ന ഇൻ്റർവെല്ലുകൾ അതിൻ്റെ ലെവൽസ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ലെവൽസ് ഓഫ് ഇസഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇൻ്റർവെല്ലിൻ്റെ ലെവലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഇൻ്റർവെൽ ഫസ്റ്റ് വാല്യൂ, ദെൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ സെക്കൻഡ്, അത് ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ആയിരുന്നു. ഇനി രണ്ടാമതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഇൻ്റർവെല്ലിൽ നോക്കുമ്പോൾ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെല്ലാണ് വരുന്നത്. അപ്പോൾ ഒരു സൈഡിലാണ് ക്ലോസ്ഡ്, ഒരു സൈഡിലാണ് ഓപ്പൺ. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഓപ്പൺ ക്ലോസ്ഡ്, രണ്ടാമത്തെ കേസിൽ ക്ലോസ്ഡ് ഓപ്പൺ ആയിട്ട് മാറ്റി.
അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൈറ്റ് സൈഡിൽ ഫാൾസ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ട്രൂ എന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡാറ്റ ഫ്രെയിം നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റ ഫ്രെയിം ഇങ്ങനെ വരും. 1 2 1 1 1 2 3 എന്ന് പറയുന്ന വാല്യൂസ് ഉണ്ട്. 1 എപ്പോഴും ഈ പറയുന്ന ഫസ്റ്റത്തെ ഇൻ്റർവെൽ തന്നെയാണ് വരുന്നത്. അതേസമയം ഈ ഇൻ്റർവെല്ലുകൾ നോക്കി നോക്കുക കേട്ടോ, വാല്യൂസ് സെയിം ആണെങ്കിൽ കൂടി ഇൻ്റർവെല്ലിൻ്റെ ക്വാളിറ്റി മാറിയിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ക്ലോസ്ഡ് ഒന്ന് ക്ലോസ്ഡ് ഓപ്പൺ ആണ് കിടക്കുന്നത്. ഇനി ഇവിടെ 2 എടുത്ത് നോക്കും മനസ്സിലാവും, ഓപ്പൺ ഇവിടെ വരുന്നു, ക്ലോസ്ഡ് ഇവിടെ വരുന്നു. ഓക്കെ, അതേസമയം ഇവിടെ ഈ ഇൻ്റർവെൽ തന്നെ മാറി അടുത്ത ഇൻ്റർവെല്ലിലോട്ട് കടക്കേണ്ടി വന്നു, കാരണം 2 ഇവിടെ ഇൻക്ലൂഡഡ് ആണ് ഇവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ വായിക്കേണ്ടത് 0.998 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ പറയണത് ഈ ഇൻ്റർവെല്ലാണ് പറയണമെങ്കിൽ 0.998 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2. ഓക്കെ, ഇവിടെ ലെസ് ദാൻ 2 എന്നാണ് വരുന്നത്, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് വരുന്നത്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാണ്, ഇവിടെ വെറും ലെസ് ദാൻ എക്സ് എന്നാണ് വരുന്നുള്ളൂ. കാരണം അതാണ് ഓപ്പൺ ക്ലോസിന്റെ വ്യത്യാസം. മാത്രമല്ല 2 എന്ന് പറഞ്ഞ വാല്യൂ ഈ ഇന്റർവെല്ലിന്റെ ഉള്ളിലുണ്ട്. അതേസമയം അടുത്ത കേസ് വന്നപ്പോൾ ഇന്റർവെല്ല് മാറി അടുത്ത ഇന്റർവെല്ലിലോട്ട് ഇത് മാറേണ്ടി വന്നു. ഓക്കെ, കാരണം ഇവിടെയാണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ ഇസഡ് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇവിടെ Z1 എന്നതിന് കൊടുക്കുന്നു, ഇതിന് Z2 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സിന് ഒറിജിനൽ വാല്യൂസ്, y എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്, Z1 എന്ന് പറയുന്നത് റൈറ്റ് ഓപ്പൺ ആയിട്ടുള്ള കേസാണ്, Z2 എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓപ്പൺ ആയിട്ടുള്ള കേസാണ്. അപ്പം ഞാൻ ഇനി ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ Z ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. Z is equal to കട്ട് എന്നതിൻ്റെ സ്ഥാനത്ത് ടേബിൾ ഓഫ് Z എന്നല്ലെങ്കിൽ ടേബിൾ ഓഫ് Z എന്ന് കൊടുക്കാൻ പോകണം, Z1. ഓക്കെ, അപ്പോൾ Z1 എന്ന് പറയുന്നത് കട്ട് x,2 ആണ്. അതിൻ്റെ ടേബിളിനെ ഞാൻ Z എന്ന് വിളിച്ചു. ഓക്കെ, എന്തുകൊണ്ടാണ്? അപ്പോഴാണ് എനിക്ക് Z1 ഒരു ഇൻ്റർവെൽ ആയിട്ടുള്ള ഫസ്റ്റ് ഇൻ്റർവെൽ ആയിട്ടുള്ള ഈ ഇൻ്റർവെല്ലിൽ എത്ര ഒബ്സർവേഷൻ ഉണ്ട്, Z2 ഇൻ്റർവെൽസിൽ Z1 ഈ ഇൻ്റർവെല്ലിൽ എത്ര വാല്യൂസ് ഉണ്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതായത് എക്സ് വാല്യൂസ് എൻ്റെ ഇങ്ങനെയാണ് കിടക്കുന്നത്, y വാല്യൂസ് എൻ്റെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കിടക്കുന്നത്, Z വാല്യൂസ് എനിക്ക് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇത് മൂന്നും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ ടോപ്പിക് കംപ്ലീറ്റ് ആവും. അതായത് 1 1 1 1 2 2 3 എന്ന് പറയുന്ന വാല്യൂസ് ആണ് എക്സിൽ എടുക്കുന്നത്. അതേസമയം അതിനെ ഫ്രീക്വൻസീസ് ആക്കി എഴുതുമ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഓരോ വാല്യൂസ് എത്രത്തോളം റിപ്പീറ്റ് ചെയ്തു എന്നുള്ളത് ഇവിടെ എഴുതാൻ പറ്റും. അതേസമയം ഓരോ ഇൻ്റർവെൽസിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ജസ്റ്റ് Z1 എന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓരോ വാല്യൂസും, കാരണം എക്സിലെ ഓരോ പോയിന്റിനെ കറസ്പോണ്ടിങ് ആയിട്ടും ഓരോ ഇൻ്റർവെല്ലിൽ ജസ്റ്റ് എഴുതി വെക്കുന്നേ ചെയ്യുന്നുള്ളൂ, കാരണം 1 കണ്ടെയ്ൻ ചെയ്ത് ഈ ഇൻ്റർവെല്ലായിരിക്കും എന്ന് എഴുതുന്നേ ഉള്ളൂ. അതേസമയം ടേബിൾ എന്നുള്ള ഈ ഒരു കമൻറ്റ് കൊടുത്തപ്പോഴാണ് ഓരോ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലും എത്ര വാല്യൂസ് അതിൻ്റെ ഫ്രീക്വൻസീസും കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഇനി ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ടെക്നിക്കുകൾ പലതുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കേസാണ് ബാർ പ്ലോട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ബാർ പ്ലോട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, y എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നു, നമുക്ക് ഒരു ബാർ പ്ലോട്ട് കിട്ടുന്നു. ആ ബാർ പ്ലോട്ടിൽ നമുക്ക് എന്ത് കിട്ടി, 1 കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ നമുക്ക് y ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കി നോക്കാം. y റൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് 1 2 3. ഓക്കെ, 1 2 3. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് 4 2 1. ഓക്കെ, അപ്പോൾ 1ൻ്റെ ഫ്രീക്വൻസി 4 ആണ്, 2ൻ്റെ ഫ്രീക്വൻസി 2 ആണ്, 3യുടെ ഫ്രീക്വൻസി 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു മെത്തേഡാണ്. അതേപോലെ Z1 നമ്മൾ ചെയ്യേണ്ടത് ഹിസ്റ്റോഗ്രാം ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഇൻ്റർവെൽസ് ആയതുകൊണ്ട് അപ്പോൾ ഹിസ്റ്റ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഞാനിവിടെ യൂസ് ചെയ്യേണ്ടത് ഏതാണ്, എക്സ് എന്ന് തന്നെ ASH കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് ഇൻ്റർവെൽസ് 1 2 3 4 ഇൻ്റർവെൽസ് ഉള്ള ഹിസ്റ്റോഗ്രാമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് 4 ഇൻ്റർവെൽസ് വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഹെൽപ്പിൽ പോയിട്ട് ഹിസ്റ്റ് ഞാൻ അടിച്ചു. ഓക്കെ, എന്നിട്ട് അത് റൺ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുന്ന് കാണിച്ചു തരുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ബ്രേക്സുകൾ നമുക്ക് എത്രത്തോളം ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹിസ്റ്റോഗ്രാം വരച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഹിസ്റ്റോഗ്രാമിന് 1 2 3 4 എണ്ണമാണ്. പക്ഷെ നമ്മൾ ഡാറ്റ എടുക്കുന്നതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് എത്ര വെച്ചാണ്, 2 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹിസ്റ്റ് എന്നുള്ളിടത്ത് നമ്മൾ ഈ പറയുന്ന പോലെ എത്ര ബ്രേക്സ് നമുക്ക് വേണം എന്ന് ചോദിക്കുമ്പോൾ ബ്രേക്ക് എന്നുള്ളിടത്ത് ഞാൻ 2 എന്ന് കൊടുത്ത് റൺ ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ടോ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, എൻ്റെ Z എന്ന് പറയുന്ന വാല്യൂ ഉണ്ടല്ലോ അതും ഞാൻ എടുത്ത് നോക്കുന്നു. എടുത്ത് നോക്കുമ്പോൾ 1 മുതൽ 2 വരെ 1 മുതൽ 2 വരെ എത്ര ഫ്രീക്വൻസീസ് ഉണ്ട്, 6 വന്നു 6 വന്നു. ഓക്കെ, നെക്സ്റ്റ് 2 മുതൽ 3 വരെ 2 മുതൽ 3 വരെ എത്ര വന്നു, 1 വന്നു.
ഓക്കെ, അപ്പോൾ ഇതാണ് ഹിസ്റ്റോഗ്രാമിൽ നടക്കുന്ന പ്ലോട്ടിങ്. അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഏത് ബാർ പ്ലോട്ടിൽ നടക്കുന്ന പ്ലോട്ടിംഗ് എന്ന് പറയുന്നത്, ബാർ പ്ലോട്ടിൽ നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ ബാർ പ്ലോട്ട് വന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വൈ വാല്യൂസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കേസായിട്ടുള്ള റോ ഡാറ്റ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇതാണ്. അതിൻ്റെ എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ എടുക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഇത്. രണ്ടാമത്തെ കേസ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇന്റർവൽ ഫ്രീക്വൻസീസ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഐസഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഈ എടുക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലോട്ടാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി 2 പ്ലോട്ടുകൾ നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പുതുതായിട്ട് പറയാൻ പോകുന്ന വേറൊരു പ്ലോട്ടാണ് സ്റ്റെം ആൻഡ് ലീഫ് എന്ന് പറയുന്ന പ്ലോട്ട്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ളതും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് സ്റ്റെം ആൻഡ് ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കി വെക്കാം എന്തായിരിക്കും അതിൻ്റെ കമൻറ്റ് എന്നുള്ളത്. STE അടിക്കുമ്പോൾ ഇങ്ങനെ വന്നു, സ്റ്റെം അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കമൻറ്റ് ഉണ്ടെന്ന് പറയുന്നു. നോക്കുമ്പോൾ അത് തന്നെയാണ് സ്റ്റെം ആൻഡ് ലീഫ്. ഗ്രാഫിക്സിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് നമുക്കത് സുഖമായിട്ട് വരയ്ക്കാൻ സാധിക്കും. അതിൻ്റെ സിൻടാക്സിലൂടെ എടുക്കുന്നുണ്ട്. ഓക്കെ, യൂഷ്വൽ സിൻടാക്സ് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ സ്റ്റെം എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എക്സ് എന്ന് ഞാൻ കൊടുത്തു, റൺ ചെയ്തു. ഓക്കെ, ഇത്ര ഞാൻ ചെയ്യുന്നുള്ളൂ. എന്താ ചെയ്ത്, സ്റ്റെം എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എക്സ് എന്ന് കൊടുത്തു, റൺ ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ കിട്ടുന്ന വാല്യൂസ് എന്താണ്, ഇത് കണ്ടിട്ട് ഇത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളത് ഇതാണ് സ്റ്റെം എന്ന് പറയുന്നത്, ഇതാണ് അതിൻ്റെ ലീഫ് എന്ന് പറയുന്നത്. എന്താണ്, ഇതാണ് സ്റ്റെം എന്ന് പറയുന്നത്, ഇതാണ് അതിൻ്റെ ലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെമ്മിലുള്ള വാല്യൂസ് ആണ് 1 1 എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ 2 2 3 3 എന്ന് പറഞ്ഞ വാല്യൂസ്. ലീഫിലുള്ള വാല്യൂസ് ആണ് 0 0 0 0. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നോക്കി വെക്കുക, 1 എന്ന് പറയുന്ന വാല്യൂ എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 1 2 3 4 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ 1 കഴിഞ്ഞിട്ട് 1 2 3 4 എന്നുള്ള കേസ് വന്നിട്ടുള്ളത്. ഓക്കെ, അതേസമയം 2 എന്ന് പറയുന്നത് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, 2 തവണ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ 3 എന്ന് പറഞ്ഞ എത്ര തവണ വന്നിട്ടുണ്ട്, 3 എന്ന് പറയുന്നത് ഒരൊറ്റ തവണയെ വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ ഒരു 0 വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഈ പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു. ഇതാണ് സ്റ്റെം ആൻഡ് ലീഫിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് സ്റ്റെം ആൻഡ് ലീഫ് എന്ന് പറയുന്ന പ്ലോട്ട്. നമുക്ക് കുറച്ച് പേർക്ക് പരിചയമില്ലാത്തൊരു പ്ലോട്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഫ്രാക്ഷൻസ് വെച്ചിട്ടോ 10 ഡിജിറ്റ് വെച്ചിട്ടോ നമുക്ക് ഇതൊക്കെ മാറ്റാൻ സാധിക്കും. ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ വാല്യൂസ് ഇപ്പോൾ ഒരുപാട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നീട്ടി വരക്കാനും കുറച്ച് വരക്കാനും ഇവിടെ 2 ഡിജിറ്റ് ആക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് സാധിക്കും. ഓക്കെ, ഇത്രയാണ് സ്റ്റെം ആൻഡ് ലീഫിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടായിരുന്നു. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മുടെ ഡാറ്റ സെറ്റിൽ നമുക്ക് ആദ്യം റോ ഡാറ്റയാണുള്ളത്. റോ ഡാറ്റ ഉണ്ടെങ്കിൽ അതിന് നെക്സ്റ്റ് കേസിൽ നമ്മൾ പഠിക്കുന്നതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. മൂന്നാമത്തെ കേസാണ് നമ്മൾ പഠിക്കുന്നത് ഗ്രൂപ്പ്ഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ്ഡ് ഡാറ്റ അല്ലെങ്കിൽ ഇന്റർവൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അപ്പോൾ ഇതെങ്ങനെ ആറിൽ കൺസ്ട്രക്ട് ചെയ്യാം എന്നൊരു കേസാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അതിനെ റെപ്രസെന്റ് ചെയ്യാവുന്ന പ്ലോട്ടുകൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പുതുതായിട്ട് ഒരു സ്റ്റെം ആൻഡ് ലീഫ് എന്ന് പറഞ്ഞ പ്ലോട്ട് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ടോപ്പിക്ക്. ഇതോട് കൂടിയിട്ട് നമ്മുടെ ബേസിക് ഗ്രാഫിക്കിൻ്റെ ടോപ്പിക്കുകളെല്ലാം കൂടെ അവസാനിക്കുകയാണ്. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇനി ഗ്രാഫിക്കിലോട്ട് നമ്മൾ വരുമ്പോൾ GG പ്ലോട്ടിലോട്ടാണ് നമ്മൾ വരുന്നുണ്ടാവുക. GG പ്ലോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്കിനി കണ്ടീഷനിങ്ങും ലൂപ്പിങ്ങും അതുപോലെ ഫംഗ്ഷന് തുടങ്ങിയ കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 2 കോഴ്സ് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യത്തെ കോഴ്സ് എന്ന് പറയുന്നത് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സും, രണ്ടാമത്തെ കോഴ്സായിട്ട് ബേസിക് ആയിട്ടുള്ള ആറിലെ ഗ്രാഫിക്കലിൻ്റെ ബേസിക്സ് നമ്മളിവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഫുള്ളായിട്ട് കാണുക. എന്തെങ്കിലും കമൻസുകളോ അഭിപ്രായങ്ങളോ പുതുതായിട്ട് ഏതെങ്കിലും കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു തരിക. ഓക്കെ, ഇതോട് കൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.